ഈ 120 രൂപയുടെ ടിക്കറ്റ് എടുത്ത് അടുത്തായിട്ട് പോകാൻ പോണത് നമ്മുടെ പാലസിലോട്ടാട്ടോ. ഈ ഒരു വഴിക്ക് എന്ന് വന്നാലും ഒരു പുതുമ തന്നെയാണ്. ഇപ്പൊ എൻട്രി എല്ലാം മാറ്റി വേറൊരു വഴി കൂടിയാണ് എൻട്രി പോകുന്നത്. പണ്ടത്തെ എൻട്രി ഒന്നുമല്ല. അപ്പൊ അങ്ങനെ ഇതിന്റെ ഉള്ളിലോട്ട് കയറി എന്നും വിസ്മയിപ്പിച്ചിട്ടേ ഉള്ളൂ മൈസൂർ കൊട്ടാരം. കാരണം ഇതിന്റെ ഉള്ളിലുള്ള ഈ കൊത്തുപണികളും കാര്യങ്ങളും എല്ലാം കാണുമ്പം വല്ലാത്തൊരു എങ്ങനെയാണ് അത്രയും വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ കലാകാരന്മാർ അവരുടെ ആ കഴിവ് അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കൊട്ടാരത്തിന്റെ ആദ്യ രൂപം 14-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. അതിനുശേഷം 1897 ദസറാഘോഷത്തിന്റെ സമയത്ത് ഒരു തീപിടിച്ചുണ്ടായിട്ട് മൊത്തം നശിച്ചു. അതിനുശേഷം പുതുക്കി പണിതൊരു കൊട്ടാരമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. 1912 ആണ് ഇതിൻ്റെയൊക്കെ ഏകദേശം വർക്കെല്ലാം പൂർത്തിയായത്. കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം മനോഹരമായ കൊത്തുപണികളും ചുമർ ചിത്രങ്ങൾ കൊണ്ടും ഈ ഗ്ലാസിൻ്റെ ഐറ്റംസ് കൊണ്ടും പല രീതിയിലുള്ള കൊത്തുപണികൾ കൊണ്ടും മനോഹരമാക്കിയിട്ട് തന്നെയാണ് ഉള്ളത്. നമുക്കിവിടെ പല പല കാഴ്ചകൾ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് ആ പണ്ടത്തെ പല്ലക്ക് അതുപോലെ ആരാധനയ്ക്ക് ദേവി ആരാധനയുടെ കുറച്ച് കാര്യങ്ങളും പല രീതിയിലുള്ള ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത്. കുറേ പ്രതിമകൾ എനിക്ക് ഈ ഒരു ഏരിയ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല ഏരിയ. ഇതിൻ്റെ മേൽക്കൂരയൊക്കെ കണ്ടില്ലേ എന്ത് മനോഹരമാണ്. പുറത്തേക്കുള്ള കാഴ്ച അതിലും മനോഹരമാണ് മൈസൂർ രാജകൊട്ടാരത്തിലുള്ള. അതുപോലെ ഈ ഒരു വാതിലിൻ്റെയൊക്കെ കൊത്തുപണി ശ്രദ്ധിച്ചോ? ഇത്രയും വലിയ വാതിലൊക്കെ. അതുപോലെ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കൊട്ടാരം.